1969 ഒക്ടോബർ 14 അന്നാണ് ഈ കേരളത്തിൽ ഒരു വർഗം ഇല്ലാതായത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ആ വർഗമുണ്ട്. ഏതാ വർഗം? ഏത് വർഗമാണ് കേരളത്തിൽ ഇല്ലാതായത്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുമുള്ള ആ വർഗം ഈ കേരളത്തിലില്ല. ഏത് വർഗമാണ്? ജന്മി വർഗം. ജന്മിയില്ല. ജന്മിത്വം അവസാനിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം കേരള. ഇനിയും പതിറ്റാണ്ട് കഴിഞ്ഞാലും ആ ഒരു തലത്തിലേക്ക് ഭൂബന്ധത്തെ മാറ്റാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാവില്ല. ജന്മിത്വം അവസാനിപ്പിച്ചു. പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിയമം നിർമ്മിച്ചു. നിയമം നിർമ്മിച്ചാൽ നിയമവ്യവസ്ഥയനുസരിച്ച് ജന്മിത്വം അവസാനിക്കുമെന്നാണ് പലരും ധരിക്കുക. നമ്മുടെ ഗവൺമെന്റ് പോയി, പുതിയ ഗവൺമെന്റ് വന്നു, അവർ നടപ്പിലാക്കാൻ തയ്യാറില്ല. അപ്പോഴാണ് 1969 ഡിസംബർ 14 ഒക്ടോബർ 14 നിയമം നിർമ്മിച്ചു. 2 മാസം, കൃത്യം 2 മാസം, നവംബർ ഡിസംബർ 14 അന്ന് കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും വലിയ സമ്മേളനം ആലപ്പുഴ അറവുകാട് മൈതാനം. 5 ലക്ഷം ആളുകൾ പങ്കെടുത്തിരിക്കുന്നു. സുന്ദരിയുണ്ട്, BMS ഉണ്ട്, AKE ഉണ്ട്, VS അച്യുതാനന്ദനുണ്ട്, അഴീക്കോടൻ രാഘവനുണ്ട്, CH കണാരനുണ്ട്. എല്ലാ പാർട്ടി നേതാക്കളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവർ ഈ ലോകത്തോടൊരു പുതിയ കാര്യം വിളിച്ചു പറയുകയായിരുന്നു. ലോകത്തോട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലോകത്തോട് പറഞ്ഞ പ്രത്യശാസ്ത്രപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന അതെന്താ? പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിയമം നിർമ്മിക്കും. ഇടതുപക്ഷമാണെങ്കിൽ ആ നിയമം നടപ്പിലാക്കും. അതാ വ്യത്യാസം. വലതുപക്ഷം നിയമം നിർമ്മിക്കും, പക്ഷേ നടപ്പിലാക്കില്ല. ഇതായിരുന്നു പാർലമെന്ററി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ട അനുഭവം. എന്നാൽ നിയമസഭ പാസാക്കിയ, ഏകകണ്ഠമായി പാസാക്കിയ ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമനിർമ്മാണം പാർലമെന്ററി വ്യവസ്ഥയനുസരിച്ച് നടപ്പിലാക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് തന്നെ, ഒന്നും കൂടി പറയാം, പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് തന്നെ പാർലമെന്ററി വ്യവസ്ഥക്കനുസരിച്ച് പാസാക്കിയ നിയമം നടപ്പിലാക്കുന്നില്ല എങ്കിൽ പാർലമെന്റേതര മാർഗത്തിലൂടെ, അതിശക്തിയായ തീക്ഷ്ണമായ പോരാട്ടത്തിലൂടെ ആ നിയമം നടപ്പിലാക്കുമെന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു എന്നത് ലോകത്തിന് നൽകിയ പ്രത്യശാസ്ത്രപരമായ സംഭാവനയാണ്. കൃത്യമായ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഡിസംബർ മാസം 14 തീരുമാനിച്ചു. സഖാവ് AKG ആണ് ആ സമരപ്രഖ്യാപനം നടത്തിയത്. ആ സമരപ്രഖ്യാപനത്തിൽ കൃത്യമായിട്ട് സഖാവ് AKG പറഞ്ഞു, നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും 1970 ജനുവരി മാസം 1 അന്ന് ഞങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയതായി പ്രഖ്യാപിക്കുന്നു എന്നാണ്. നിങ്ങൾ നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും 1970 ജനുവരി മാസം 1 ഈ നിയമം, കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, കേരളം ഏകകണ്ഠമായി പാസാക്കിയ ജന്മിത്വം അവസാനിപ്പിക്കുന്ന ഈ നിയമം ഞങ്ങൾ 1970 ജനുവരി മാസം 1 നടപ്പിലായതായി പ്രഖ്യാപിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് നേരെ ജനങ്ങളാകെ കാർഷിക മേഖലയിലേക്ക് ഊളിയിട്ടിറങ്ങുകയാണ് ചെയ്തത്. ജനുവരി മാസം 1